അമേരിക്ക ഇറാനെ ആക്രമിക്കും, ഇപ്പോൾ ആക്രമിക്കും, നാളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് കയറി ആക്രമിക്കാനായിട്ട് അമേരിക്ക അങ്ങോട്ട് സജ്ജമാകുന്നുമില്ല. വിമാനവാഹിനി കപ്പലൊക്കെ വരുന്നുണ്ട്, അവരുടെ അവാക്സ് വിമാനങ്ങൾ വരുന്നുണ്ട്, മിഡിൽ ഈസ്റ്റ് മുഴുവൻ സുസജ്ജമാണ്. പക്ഷേ എന്നിട്ടും ആക്രമിക്കുന്നില്ല. ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് എന്തോ ഭയം. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലുള്ള ഈ എണ്ണ വ്യാപാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാൻ ചില ഇടപെടൽ നടത്തും. മാത്രമല്ല ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെതിരെ പോരാടുക എന്ന് പറയുന്നത് ഇനി മുന്നോട്ടൊന്നും നോക്കാനില്ല എന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. പക്ഷെ ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് എത്തുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നു, എന്തൊക്കെയോ കരാറിൽ ഏർപ്പെടുന്നു. മൈ ഫ്രണ്ട് ഇവിടെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേലായിരുന്നു. ഇസ്രായേലിനെ മുമ്പിൽ വെച്ചിട്ടാണ് എപ്പോഴും മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. ഇവിടെ ഇന്ത്യയും മോദി കൂടെ അവിടെ ഇടപെട്ടതോടുകൂടി എന്തൊക്കെയോ ചില ഒരു ടെൻഷൻ ഫ്രീ ആകാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്ക ശ്രമിക്കുന്നു. പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല. മാത്രമല്ല ഇത് ഭാഗികമായ യുദ്ധം മാത്രമായിരിക്കും ട്രംപ് പറയുകയും ചെയ്തു. എങ്ങനെ കണക്ക് കൂട്ടാ ഇതിനെല്ലാം അവിടെ? നമ്മളൊരു മീറ്റിംഗിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഈവൻ ഇറാനും അത്ര താല്പര്യമില്ല ഈ ഹോർമിസ് കടലെടുക്കലെ ഒരു പ്രശ്നം. ബിക്കോസ് അവർക്ക് വേറെ ചാനലുകളില്ല. അത് അവരെ ഇപ്പോൾ തന്നെ പ്രശ്നത്തിലായിരിക്കുന്ന സാമ്പത്തിക രംഗം വളരെ മോശമാണ് ഇറാനിൽ. ഇപ്പോൾ തന്നെ പ്രോബ്ലത്തിലുള്ള ഇറാനെ ഇനി അത് ഭീകര പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും. ഇതേതുകൊണ്ട് അവന്യം ഇപ്പോൾ തന്നെ കുറച്ച് അടച്ചു കെട്ടിയിട്ട് അവർ പടക്കപ്പലുകൾ നയിക്കുകയും അങ്ങനെയൊക്കെ ഇടാം. അപ്പോൾ വി ഡോണ്ട് ഹാവ് സ്പേസ് ദർ. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, ഈ അമ്മാത്തൊന്ന് പുറപ്പെടുകയും ചെയ്തു, ഇല്ലത്തൊട്ട് എത്തിയിട്ടില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പൊ അമേരിക്ക. പടക്കപ്പലുകളും ഗോപ്പുകളും എല്ലാം കൂട്ടി ഇവിടെ വന്നിട്ട് ഒരു സൈഡിൽ ഇസ്രായേൽ പറയുന്നു തേങ്ങ ഉടക്കും സ്വാമി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇസ്രായേൽ. ആൻഡ് ഹി ഈസ് നോട്ട് ഏബിൾ ടു ഡു. മീൻ ടൈം സുപ്രീം കോടതിയിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പം സം റീസൺ ഓർ അതർ അമേരിക്ക ഡിലേഡ്. നമ്മൾ അത് സംസാരിച്ചിരുന്നു. അപ്പോഴും എൻ്റെ വിശ്വാസം തന്നെയായിരുന്നു, അമേരിക്ക ജസ്റ്റ് അവർ ത്രട്ടൻ ചെയ്ത് നിൽക്കുക, ഭയപ്പെടുത്തി നിർത്തുക, എന്നിട്ട് നെഗോസിയേഷൻ ടേബിളിലേക്ക് വരും. പക്ഷേ ഒരു അറബി മെൻറ്റാലിറ്റിയിൽ ഇതും നമ്മൾ സംസാരിച്ച ഒരു വിഷയം തന്നെ, അവരൊരിക്കലും അങ്ങനെ ഭയപ്പെടുത്തിയാൽ വീഴുന്ന ആൾക്കാരല്ല അവർ. അവർ ദേശീയത എന്ന് പറഞ്ഞ സാധനം ഇറാൻ ഇപ്പോഴും സ്ട്രോങ് തന്നെയാണ്. ഡിസ്പൈറ്റ് ഓരോ ട്രൈബ്സും പരിപാടികളൊക്കെ ഉണ്ടായാലും ആ ദേശീയത്തിൽ അവർ ഉറച്ചു നിൽക്കും, ആണും പെണ്ണൊക്കെ. എന്നും ആ ഒരു ത്രെട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാതെ അവർ എല്ലാം മറന്ന് പോരാടാൻ ശ്രമിച്ചാൽ അത് ക്ഷീണം ചെയ്യുന്ന അമേരിക്ക മാത്രമല്ല, ലോകത്തിന് മുഴുവനാണ്. ബിക്കോസ് ഹോർമസിന്റെ മാത്രമല്ല പ്രശ്നം, ഇന്ത്യ ആൾസോ ഗെറ്റ് എഫക്റ്റഡ് വെരി ബാഡ്ലി ആൻഡ് ഗൾഫ് കൺട്രീസ് ഈക്വലി. കാരണം അയാൾ അറ്റാക്ക് ചെയ്യും, ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു. 8 ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സ്ഥാപനങ്ങളെന്ന് ഞാൻ പറയുന്നത്, താവളങ്ങൾ മാത്രമല്ല സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഞാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് UAE ഭയന്നു, സൗദി അറേബ്യ ഭയന്നു, ഖത്തർ ഭയന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഈവൻ ഈ കുഞ്ഞ് പട്ടണമായ ബഹ്റൈൻ വരെ ഭയന്നു എന്നുള്ളത് സത്യമായ സ്വന്തം വരെയാണ്. അപ്പോഴാണ് ഈ സുപ്രീം കോടതി പ്രശ്നം വന്ന സമയത്ത് ട്രംപ് അച്ചാന് തിരിച്ച് ഒരു നോട്ടം അമേരിക്കയിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സന്ദർഭം വരുന്നു. ഹൂ ഈസ് ഗോയിങ് ടു സോൾവ് ദിസ് ഇഷ്യൂ? നമ്മൾ വെടിവെക്കും എന്ന് പറഞ്ഞു വെടിവെക്കാതെ കാത്തിരിക്കുന്നു. എല്ലാവരും വിചാരിക്കാൻ തുടങ്ങി, വൈ ഹീസ് ഡിലേയിങ് ദ വാർ. ഈ ഡിക്ലെയർ എവരുടെ പുള്ളി പറഞ്ഞു ഞാൻ നാളെ അടിക്കും, ഇന്ന് പറഞ്ഞു കേട്ടില്ലെങ്കിൽ മറ്റന്നടിക്കും, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഞാൻ ഇപ്പം കാച്ചെന്ന് പറഞ്ഞാൽ അതൊരു ചട്ടമ്പിയുടെ ഭാഷയായി മാറുമ്പോൾ ആരും അതിന് ഗവനിക്കുന്നില്ലായിരുന്നു. അങ്ങനെ വന്ന സമയത്തായിരിക്കാം ഇറാന്റെ വളരെ അടുത്ത സുഹൃത്തായ ഇസ്രായേലിന്റെ വളരെ അടുത്ത സുഹൃത്തായ ഇന്ത്യയെ മധ്യത്തേക്ക് കൊണ്ടുവന്നു. ആരും പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി പെട്ടെന്ന് വണ്ടി കയറി ജെറുസലേമിലെത്തുന്നു, ടെലവീവിലെത്തുന്നു, ടെലവീവിലെത്തുന്നു. മൈ ഫ്രണ്ട് എന്ന് അത് എപ്പോഴും നമ്മൾ ഇൻവെർട്ടഡ് കോമ അതെ ചേർത്ത് പിടിക്കുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് വരുന്നു, അദ്ദേഹം പോലും കാണിച്ചു കൊടുക്കുന്നു, നോക്കൂ സാഫ്രോൺ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതേ കളറിൽ എൻ്റെ വൈഫ് പോലും എടുത്തിരിക്കുന്ന വസ്ത്രം ഇതാണെന്ന് പറഞ്ഞ് ഹി ഈസ് മേക്കിംഗ് മോദിജി വെരി കംഫർട്ടബിൾ. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ സന്ദർശിച്ച ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് അല്ലേ? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അമേരിക്ക ബുദ്ധിമുട്ടുന്നത് എന്താ അറിയാം? അമേരിക്കയുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന രാജ്യം ഇംഗ്ലണ്ട്, UK ആയിരുന്നു. പക്ഷെ UK ഇപ്പോൾ അമേരിക്കയുടെ കൂടെ നിൽക്കാത്തതിന്റെ കാരണം ഇപ്പൊ ഡീഗോ ഗാർഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ദ്വീപുണ്ട്, അത് ഈ മൗറീഷ്യസ്. ഈ ദ്വീപില് അമേരിക്കയ്ക്ക് ഒരു വ്യോമത്താവളമൊക്കെ ഉണ്ട്. സത്യത്തിൽ അത് UK യുടെ ആയില്ല. അപ്പൊ ഞങ്ങളുടെ വിമാനം അവിടെ നിന്ന് പാർക്ക് ചെയ്തോട്ടെ, അല്ലെ യുദ്ധവിമാനം വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ
ഇംഗ്ലണ്ട് പറഞ്ഞത് പറ്റില്ല, അതെ, അത് ഇംഗ്ലണ്ട് മാത്രമല്ല, ഇറാനെ ആക്രമിക്കാനാണെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല. ഇംഗ്ലണ്ട് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ അവശത അനുഭവിക്കാൻ പോണത് രണ്ട് പാർട്ടികൾ മാത്രമല്ല, ദ ഹോൾ വേൾഡ് ആണ്. അത് ഇംഗ്ലണ്ടിന് കറക്റ്റായിട്ട് മനസ്സിലായി. ഒന്ന്. നമ്പർ 2, ഗൾഫ് രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അശാന്തിയാണ് എല്ലായിടത്തും. അൺസർട്ടനിറ്റി കണ്ടിന്യൂ ചെയ്യും. ഇത് എത്ര കാലം തുടരും, എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് ഒരു അമേരിക്കൻ അധിനിവേശം ഇറാനിൽ സാധ്യമല്ല. ഇന്നും ഒരിക്കലും ഇറാനെ ഭരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. അവിടുത്തെ ആ ഒരു ടെറൈൻ അങ്ങനെയാണ്, അവിടുത്തെ സംസ്കാരവും അവിടുത്തെ പൊളിറ്റിക്സ് ഒക്കെ അങ്ങനെയാണ്. ആ സമയത്ത് അതിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് ഗൾഫിലാണ്. സോ നോ വൺ സപ്പോർട്ടഡ് അമേരിക്ക എക്സെപ്റ്റ് ഇസ്രായേൽ. ഇസ്രായേലിന് എന്നും റെഡിയാണ് ഇറാനെ ഭൂഷണം. കാരണം അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിരുന്നു. ഇറാനായിരുന്നു ഏറ്റവും കൂടുതൽ സൂതികളെയും ഒക്കെ സപ്പോർട്ട് ചെയ്തത്. പ്രോക്സി വാറിൽ ഇറാൻ സപ്പോർട്ടിങ് എന്ന് പറഞ്ഞ ഒരൊറ്റ റീസൺ കൊണ്ടാണ് അത് ഇസ്രായേലിനെ അവർ ആക്രമിക്കാൻ പരിപാടി എടുത്തത്. ആ സമയത്താണ് ഈ ടെൻഷൻ ബിൽഡ് ചെയ്ത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീനിന്റെ മുമ്പിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ സന്ദർശനം. അത് ലോകം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നലെ പത്രത്തിൽ വായിച്ചത് നമ്മുടെ മോദിജിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം 10 crore അല്ലേ, 100 million. അങ്ങനെ ഒരാളില്ല ലോകത്ത്. ഈവൻ പ്രസിഡന്റ് ഓഫ് അമേരിക്ക ഡസന്റ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഫോളോവേഴ്സ്. ഇനിയിപ്പോൾ അത് കൂട്ടി വെച്ചതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതൊക്കെ കൂട്ടലിന് കുറെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഉണ്ട്. സോ ഐ ഡോണ്ട് നോ ടോക്ക് അബൌട്ട് ദാറ്റ്. ബട്ട് നെവർതലെസ് ഹി ബിക്കം സോ പോപ്പുലർ. ഈ ബിക്കം എന്താണ് ഒരു സമാധാനത്തിന്റെ സന്ദേശവാഹകനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ ചെല്ലുകയും അതിന്റെ പ്രതിഫലനമല്ലേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ജനീവയിൽ നടക്കുന്ന സന്ധി സംഭാഷണങ്ങൾ. ഇറാനിയൻ വിദേശകാര്യമന്ത്രി പെട്ടെന്ന് വണ്ടി എടുക്കുന്നു, സ്വിറ്റ്സർലൻഡിൽ പോകുന്നു, ജനീവയിൽ അമേരിക്കയും പിന്നെ ഇസ്രായേലും ആയിട്ടുള്ള സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അതൊരു മിടുക്ക് തന്നെയാണ്. അത് ഇന്ത്യക്ക്, ഞാൻ അതൊരു പാർട്ടിക്കോ പൊളിറ്റിക്കൽ കൊടുക്കാൻ തയ്യാറല്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഇപ്പോഴത്തെ നമ്മുടെ പൊസിഷന് ലോകം നൽകുന്ന ഒരു അംഗീകാരമാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ പദവിക്ക് കൊടുത്ത ഏറ്റവും വലിയ അംഗീകാരമാണ്. ഈ ടെൻഷന്റെ ഇടയിലും അദ്ദേഹം അവിടെ പോയി അത് ഒഴിവാക്കാൻ പറ്റിയേ, ഇപ്പൊ ആ യുദ്ധമേ ഒഴിവാക്കാൻ പറ്റിയെങ്കിൽ ദാറ്റ്സ് എ ബിഗസ്റ്റ് തിങ് ഹാപ്പൻ ഇൻ ദിസ് സെഞ്ചുറി ഞാൻ പറയും. ബിക്കോസ് ഈ വാർ നടന്നാൽ പിന്നെ അതിന് അറ്റമില്ല, മറ്റേ അറ്റം കണ്ടിട്ടേ മടങ്ങുള്ളായിരുന്നു. സർവ്വകോപ്പുകളും കൂട്ടിയായിരുന്നു ഈ വാരത്തിന് വന്നത് അല്ലേ. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന UK പോലുള്ള രാജ്യങ്ങൾ ഇപ്പൊ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കി. കാരണം പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്ക എന്ത് പറയുന്നോ അതിന്റെ പിന്നാലെ വാലാട്ട് വരുന്നതല്ല, നിലപാട് മാറി. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് താരിഫ് വാർ. നിങ്ങൾക്ക് തല്ലലും തലോടലും ഒരേ സമയത്ത് നടക്കില്ല അല്ലേ, നടക്കില്ല. ഒന്നുകിൽ തല്ലുക, എനിക്ക് തല്ലുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തലോടിക്കൊണ്ടിരിക്കുക. ഇത് രണ്ടിടയ്ക്ക് അതിന്റെ പ്രോബ്ലം ഈ ഒരു പൊളിറ്റീഷ്യൻ ഇല്ലാത്ത ഡൊണാൾഡ് ട്രംപ് എന്ന പ്രസിഡന്റിന്റെ പ്രോബ്ലമാണ്. ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ, ഈസ് എ ബിസിനസ് ഗായ്. ഈസ് ലുക്കിംഗ് അറ്റ് എവറി അവന്യൂ, എവറി ഡീൽ ആസ് എ ബിസിനസ് ഡീൽ. ഈ പൊളിറ്റിക്സ് അങ്ങനെയല്ലല്ലോ. പൊളിറ്റിക്സ് ഈസ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ റബ്ബർമാര് കിടക്കണമെന്നാ പറയുക അല്ലേ. പക്ഷേ ആ റബ്ബർ ഇല്ല അവിടെ. ഇരുമ്പോലൊക്കെ ബിലായ് സ്റ്റീൽ പ്ലാന്റിലെ ഉരുക്ക് മാതിരിയാണ് പുള്ളി മുഷ്ടി ചുറ്റി വരുന്നു. യു ലിസൺ, അതൊരു താരിഫിടും. ഇപ്പൊക്കെ പല കളഞ്ഞു. എന്നിരുന്നാലും അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ച ആ ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ അമേരിക്കയുടെ സ്ഥിതി പരിതാപകരമാക്കി കളഞ്ഞത് ഇദ്ദേഹത്തിന് ഈ മറക്കട മുഷ്ടി മാത്രമായിരുന്നു. അതുകൊണ്ടാണ് യൂറോപ്പ് നോട്ട് സപ്പോർട്ടിങ് ഹിം, നാറ്റോ നോട്ട് സപ്പോർട്ടിങ് ഹിം. ഇനി ഒന്നും കൂടി ഇപ്പുറത്തേക്ക് മാറി നോക്കി, ആരാ ഉക്രൈൻ യുദ്ധം ഉണ്ടാക്കിയത് ഒന്ന് ആലോചിച്ച് നോക്കി. ബൈഡൻ ഉണ്ടാക്കി വെച്ച യുദ്ധമാണ്. നിങ്ങൾ അടിച്ചോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ബൈഡൻ ജി മാറിപ്പോയി. ഇപ്പൊ ട്രംപ് അച്ചായും കയറി വന്ന് പറഞ്ഞു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട, കാശ് ഇടുന്നുള്ളൂ. അവിടത്തുള്ള മിനറൽസും മെറ്റൽസും എല്ലാത്തിൻ്റെയും അജീവനാന്ത എഴുതി വാങ്ങിച്ചിട്ട് അദ്ദേഹം ബാക്കി സഹായിച്ചുള്ളൂ. സോ ഹൂ ക്രിയേറ്റഡ് ദ വാർ എന്നുള്ള സാധനമുണ്ട്. ആൻഡ് ഹൂ ഇസ് ഗെറ്റിംഗ് ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ഇറ്റ്? അമേരിക്ക. എപ്പോഴും അങ്ങനെയാണ്. അമേരിക്ക നീഡ് വാർസ്. സോ ഇറാനിയൻ വാസ് വെരി സ്ട്രോങ്. അവർ ആ ത്രെട്ടലൊന്നും വീണില്ല. കൂടെ ആരും ഇല്ലാന്ന് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ഉദ്ദേശിച്ച ആൾക്കാരൊന്നുമില്ല. ആ കൂടെ ഉള്ളത് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ബട്ട് ഇസ്രായേൽ ഇസ് ടു ഫാർ ഫ്രം ഇറാൻ, ടു ഫാർ ഫോർ എ ഡയറക്റ്റ് അറ്റാക്ക്. നമുക്കൊരു ബേസ് ഇല്ല ഇതിനകത്ത്. ദെൻ അവരുടെ കൂടിയാലോചനയുടെ ഭാഗമായിട്ടായിരിക്കാം എന്ന് തന്നെ വിശ്വസിക്കണം.
നമ്മുടെ പ്രൈം മിനിസ്റ്റർ പെട്ടെന്ന് കയറി ചെന്നിട്ട് സംസാരിക്കാൻ പറ്റിയൊരു വേദി അല്ലല്ലോ അത്. മച്ച് ബിഗർ പ്ലാറ്റ്ഫോം. അവിടേക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ടതിലാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ റോയലായിട്ട് അവിടെ ചെന്നിറങ്ങിയതും നെസറ്റിൽ പ്രസംഗിച്ചതും വാം വെൽക്കം കിട്ടിയതും. അത് ഇന്ത്യക്കാർക്കുള്ള അംഗീകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.